നാളെ മുതൽ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന സമരം ഇടതുപക്ഷം തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. അത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ എന്റെ ഒരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ ചില പത്രങ്ങളൊക്കെ ജനങ്ങളെ നേരിടാൻ സൈന്യത്തെ ഗവൺമെന്റ് ഇറക്കുന്നു. തെറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വൈക്കം വിശ്വൻ LDFന്റെ കൺവീനർ പറഞ്ഞത് ഒരാളെയും സെക്രട്ടേറിയറ്റ് കയറ്റില്ല, മുഖ്യമന്ത്രിയെ കയറ്റത്തില്ല, ഒരാളെയും കയറ്റത്തില്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കയറുന്നില്ലെങ്കിൽ, അവരെ കാണാൻ വരുന്നവരെ കയറ്റുന്നില്ലെങ്കിൽ ഭരണസ്തംഭനമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് സന്നാഹങ്ങൾ, അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അതേസമയം ശ്രീ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ സമരം നടത്തുന്ന സമാധാനപരമാണ്. എങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ ഇപ്പൊ 2 മാസമായിട്ട് നടക്കുക ഇത് സംബന്ധിച്ചിട്ടുള്ള സമരങ്ങൾ. ആ സമരത്തിൽ എവിടെങ്കിലും അനാവശ്യമായി പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? രാപകൽ സമരം, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാട്ടുന്ന സമരം. സമാധാനപരമാണെങ്കിൽ ഈ ഒരുക്കങ്ങളൊക്കെ അതിനൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന പുറകിലേക്ക് അവർ മാറും. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സമരം ചെയ്യാനുള്ള അവകാശത്തെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ 4 ഗേറ്റും സ്തംഭിപ്പിക്കുന്ന രീതിയിലായാൽ അത് ഇല്ല. ഞാൻ ഇടതുപക്ഷത്തോട് തന്നെയാണ് ചോദിക്കുക, അവരാ ഭരിക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? കഴിഞ്ഞ 43 കൊല്ലമായിട്ട് ഉള്ള ഒരു സിസ്റ്റമുണ്ട്. അത് കണ്ടോൺമെന്റ് ഗേറ്റ് തുറക്കും, അതിലേക്കുള്ള റോഡുകളും തുറന്നിരിക്കും. അതാണ് എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലൊരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പ്രതിപക്ഷത്തോട്, ഇടതുപക്ഷത്തോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. സമരം നടത്തുന്നതിന് അവർക്കുള്ള അവസരവും അവകാശവും ഒരു വിധത്തിലും ചോദ്യം ചെയ്യപ്പെടത്തില്ല. അത് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടാകണം എന്ന ഒരു തീരുമാനമെടുത്താൽ മാത്രമേ അതിന് ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. അതൊരിക്കലും അവരത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ശ്രീ പിണറായി വിജയന്റെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ പ്രതികരണം ആ കാര്യത്തിൽ നല്ല നിലയിലായിരുന്നു. അത് പ്രായോഗിക തലത്തിലും അത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിവാദത്തിൽ ഗവൺമെന്റിന് 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവർക്ക് ഒരു സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടില്ല. ഇതാണ് ആദ്യം മുതൽ ഞാൻ എടുത്തിരിക്കുന്ന നിലപാട്. ഗവൺമെന്റ് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഇവർക്ക് വഴിവിട്ട് ഏതെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. നിയമസഭയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു, ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞു. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിയന്തര പ്രമേയങ്ങൾ വന്നു. പക്ഷെ എല്ലാം പറയും, പിന്നെ അതിനെക്കുറിച്ച് ശബ്ദിക്കത്തില്ല. ഇപ്പൊ എമർജിംഗ് കേരളയിൽ ഈ കമ്പനിയെ ഉൾപ്പെടുത്താൻ ഞാൻ കത്ത് കൊടുത്തു. അങ്ങനെ കത്തില്ല. പിന്നീട് കത്ത് അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ആൾക്കാരെ പിടിച്ചകത്തിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇവിടെ ക്ലിഫ് ഹൌസിലും സോളാർ പാനൽ വെച്ചത് ഇവരാണെന്ന് പറഞ്ഞു. അല്ല, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് വ്യക്തമായി. ജനപഥം എന്ന PRDയുടെ മുഖപത്രത്തിൽ മുഖചിത്രം അത് ഇവരുടെ ചിത്രമാണ് എന്ന് പറഞ്ഞ്, ഇവരുടെ എംബ്ലമാണെന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ അടിയന്തര പ്രമേയം അതായിരുന്നു. അതല്ലെന്ന് വന്നു. പിന്നെ ശ്രീധരൻ നായരുടെ കോടതിയിൽ കൊടുത്ത കത്തിൽ എന്റെ പേര് 164 സ്റ്റേറ്റ്മെന്റിലെ പേര് ഇതൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാവോ എന്ന് ചോദിച്ചു. അതിന്റെ സാധ്യതകൾ ആരായാൻ കമ്മിറ്റി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറി. ഏറ്റവും ഒടുവിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കൊറിയൻ കമ്പനിക്ക് കരാറ് കൊടുത്തതിൽ അപാകതയുണ്ട്, അത് ഈ കേസിലെ പ്രതികൾക്കുമായിട്ട് ബന്ധമുണ്ട്. ശരി, നമുക്കത് പരിശോധിക്കാം. ഏറ്റവും ഒടുവിൽ വന്ന പരാതിയ ഇതുമായിട്ട് ബന്ധമുണ്ട്, ഇവരെ സഹായിച്ചു. ശ്രീ കോടിയേരി പറയുന്നത് പോലെ കാര്യങ്ങളാണെങ്കിൽ ഇവരെ സഹായിച്ചു എന്നതാണ് വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തൃപ്തിയാകുന്നില്ലെങ്കിൽ നമുക്കത് പരിശോധിക്കാം. തയ്യാറുണ്ടോ? അത് പരിശോധിച്ചിട്ട് കോടിയേരി പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് വരിക. അതല്ല, കോടിയേരി പറഞ്ഞത് ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് തെറ്റാണെന്ന് വന്നാൽ അവരെന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ഓരോ ദിവസവും ഓരോന്ന് പറയുക. അതിന് ആയുസ്സൊന്നും വേണമെന്നില്ല, അതിന് വിശ്വസനീയത വേണമെന്നില്ല, അത് ശരിയാകണമെന്നില്ല. പക്ഷെ ഒരു പ്രചരണത്തിന് വേണ്ടി വിനിയോഗിക്കുക, അതിൽ നിന്ന് പിന്മാറുക. അതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നതും ഇതായിട്ട് സംഗതിയാണ്. ഇതില് 33 കേസുകൾ ഇപ്പം ഇതിനെതിരെ വന്നിട്ടുണ്ട്. 33 കേസുകൾ. ഈ എല്ലാ കേസുകളിൽ കൂടി വന്നിരിക്കുന്ന നഷ്ടം ഇതുവരെ അറിയപ്പെട്ടു വന്നിരിക്കുന്നത് 7 കോടി രൂപയിൽ താഴെയാണ്. ഈ 33 കേസുകളിൽ വെസ്റ്റ് ബംഗാളിൽ ശാരദാ ഗ്രൂപ്പ് ചിട്ടി കമ്പനിയില് 3000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 3000 കോടി രൂപയുടെ തട്ടിപ്പ്. 14 ലക്ഷം ഗ്രാമീണരുടെ കയ്യിൽ നിന്നാണ് ഈ 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. അതിനെതിരെ CPM കൽക്കട്ടയിൽ സമരമില്ല, വെസ്റ്റ് ബംഗാളിൽ സമരമില്ല. നാളെ ശ്രീ പ്രകാശ് കാരാട്ട് ഇവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം കൽക്കട്ടയിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് അവിടെ സെക്രട്ടേറിയറ്റ് വളയാത്തത്? ഇവിടെ ഏതാനും പേർക്ക്
അവർക്ക് വന്ന നഷ്ടം 7 കോടി രൂപയെങ്കിൽ അവിടെ 14 ലക്ഷം ഗ്രാമീണരിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത തുകയാണ് 3000 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഉള്ളത് എന്ന് ഇതിന്റെ വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള വെസ്റ്റ് ബംഗാളിൽ ഇത്രയും വലിയ തട്ടിപ്പ്, ഇത്രയും അധികം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായിട്ട് അവിടേക്ക് പോകാൻ നേതാക്കളില്ല, അവിടെ സമരം ചെയ്യാൻ തയ്യാറില്ല, അവിടെ സെക്രട്ടേറിയറ്റ് വളയലില്ല. ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ഗവൺമെന്റിന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇതിനകത്തൊന്നും ഗവൺമെന്റിന് മറച്ചു വെക്കാനില്ല. ഇത് നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, പുറത്തു പറഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഇതിനകത്ത് പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇടതുമുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ള സംഭവം. അന്ന് 14 കേസുകളുണ്ട്. അന്നും ഈ കാര്യം പുറത്തു വന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ തുടർ നടപടികൾ എടുക്കാഞ്ഞതുകൊണ്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങി. പിന്നെ എല്ലാ കേസുകളും സ്തംഭിച്ചു. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രതികൾ നിയമത്തിന് മുമ്പിൽ വരണം. ജനങ്ങളെ കൌളിപ്പിച്ചവർ, ഗവൺമെന്റിന് നഷ്ടം വന്നിട്ടില്ലെങ്കിലും ജനങ്ങളെ കൌളിപ്പിച്ചവർ നിയമത്തിന് മുമ്പിൽ വരണം. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്നിട്ടും പ്രതിപക്ഷത്തിന് പരാതി ഉണ്ടെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടി പ്രശ്നങ്ങളെ കാണാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു, പുറത്ത് പറഞ്ഞിരുന്നു. എനിക്കിപ്പോഴും പറയാനുള്ളത് അതാണ്. ഇപ്പൊ 2 കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തു. ഈ ആഴ്ച തന്നെ 5 കേസുകളിലൂടെ കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് 7 കേസുകളാണ്. അപ്പം അത് പൂർത്തിയാകുന്നതോടുകൂടി എന്നിട്ടും പ്രതിപക്ഷത്തിന് മറ്റേതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു തുറന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിക്കും. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അക്രമ സാഹചര്യങ്ങളിലേക്ക് പോകാതെ പ്രതിപക്ഷത്തിന്റെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞങ്ങള് CRPFനെയും മറ്റ് പാരാ മിലിറ്ററി ഫോഴ്സിനെയും ഒന്നും വിളിച്ചത് ആരെയും ഭയപ്പെടുത്താനല്ല. പക്ഷെ ഒരു ഗവൺമെന്റിന്റെ പ്രഥമമായ ഉത്തരവാദിത്വം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ഭരണസ്തംഭനം ഒരു സാഹചര്യത്തിലും അനുവദിക്കാതിരിക്കുക. ആ പ്രാഥമികമായ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ആരധികാരത്തിൽ ഇരുന്നാലും ചെയ്യുന്ന നടപടി മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായി സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടുക്കിയില് ഉണ്ടായ കാലവർഷക്കെടുതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾ പാർട്ടി യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. അവിടെ വെച്ച് പ്രതിപക്ഷ നേതാവാണ് നിർദ്ദേശം വെച്ചത്, ഓൾ പാർട്ടി ഡെലിഗേഷൻ പോകണം. ആ യോഗത്തിൽ വെച്ച് തന്നെ അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു കൂടിയ സ്പെഷ്യൽ ക്യാബിനറ്റ് ഞങ്ങൾ തീരുമാനമെടുത്തു. പ്രധാനമന്ത്രിയോട് ഞങ്ങൾ സമയം ചോദിച്ചു. പ്രധാനമന്ത്രി 2 സമയം തന്നു. വെള്ളിയാഴ്ച 1 മണിക്കും വൈകുന്നേരം 7 മണിക്കും. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പം അദ്ദേഹത്തിന് 1 മണിക്കാണ് അസൗകര്യമാണ്, 7 മണിക്കാണ് വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 7 മണി എന്നുള്ള ടൈം ഫിക്സ് ചെയ്ത് അറിയിച്ചത്. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ച് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചു. പക്ഷെ അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞപ്പം പറഞ്ഞ കാരണം, ഇടുക്കി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിലേക്കുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് LDF പിന്മാറിയത് എന്തെന്ന ചോദ്യത്തിന് പരമകള്ളനായ മുഖ്യമന്ത്രിയോടൊപ്പം പ്രധാനമന്ത്രിയെ കാണാൻ കഴിയാത്തതിനാലാണ് പോകാത്തതെന്നായിരുന്നു VS മറുപടി പറഞ്ഞത്. ഈ തലേദിവസം ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്ന് പറഞ്ഞപ്പം ഇത് അദ്ദേഹത്തിന് അറിയത്തില്ലാഞ്ഞോ? ഞാൻ വിളിച്ച കോൺഫറൻസിൽ അദ്ദേഹം വന്നപ്പോൾ ഇത് അറിയാൻ പാടില്ലാഞ്ഞോ? ഞാൻ അദ്ദേഹം പറഞ്ഞ രീതിയിൽ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് ഇതുപോലുള്ള ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കില്ലേ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഞാൻ യോഗം വിളിച്ചപ്പം വന്നപ്പം അദ്ദേഹത്തിന് അതറിയില്ലാഞ്ഞു. ഈ നിർദ്ദേശം വെക്കുമ്പോൾ ഇത് അറിയില്ലായിരുന്നു. എന്നോട് 7 മണിക്ക് സമയമാക്കിയാ വരാമെന്ന് പറഞ്ഞപ്പോൾ അറിയത്തില്ലാഞ്ഞു. അതിനുശേഷം ബോധ്യപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞാൽ വളരെ ഒരു നിശ്ചയമായും അത് കേരളത്തിന്റെ ഒരു ആവശ്യം, അത് ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്മാറിയതിൽ ഖേദമുണ്ട്. ജനസമ്പർക്ക പരിപാടി വരുന്നവരെല്ലാം പാവപ്പെട്ടവരാണ്. സ്വന്തമായി ടാക്സി പിടിച്ചു പോലും വരാൻ കഴിവില്ലാത്തവരാണ്. ഗവൺമെന്റിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായവും അല്ലെങ്കിൽ സേവനവും ആവശ്യപ്പെട്ടു വരുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ സംവിധാനവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ യാത്രയൊക്കെ സൗകര്യപ്രദമാകുമോ, ഇവർക്ക് ഇത് എവിടെയാണ് എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പോലും വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റിന് അതിനകത്തൊരു ദുരഭിമാനം ഒന്നുമില്ല. പിന്നെ പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതാണ് ആഗ്രഹം.